ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. ചന്ദ്രയാണെങ്കിൽ ഒരു രാത്രി പോലും ലോക്കപ്പിൽ കഴിയാൻ സാധിക്കില്ലെന്ന് വിജയ് ശങ്കറിനോട് അങ്ങനെ പറയാണ്. അങ്ങനെ വിജയ് ശങ്കർ അച്ചുവുമായി സംസാരിക്കുന്നുണ്ട്. ചന്ദ്രയെ വിടണമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അച്ചു അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ വിജയ് ശങ്കർ മജിസ്ട്രേറ്റിനെ കാണാനായി ആ രാത്രിയിൽ തന്നെ പോവുകയാണ്. എന്നിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ചന്ദ്രയുടെ ജാമ്യാപേക്ഷ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ചുവും പോലീസുകാരും കൂടി ചേർന്ന് ചന്ദ്രയെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ തനിക്ക് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടും, തന്റെ ഭർത്താവ് തനിക്ക് ജാമ്യം എടുത്തു തരുമെന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ വിജയ് ശങ്കറിനെയും ചന്ദ്രയെയും തകിടമറിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചനയും ദീപ്തിയും കൂടി വരികയാണ്. ഇവിടെ വെച്ച് അർച്ചനയെ കണ്ട് അവര് രണ്ടുപേരും ആകെ ഷോക്കാവുന്നുണ്ട്. മുകുന്ദനെ കൊടുക്കാൻ നോക്കിയ ചന്ദ്രയെ ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത വിധം അർച്ചന അങ്ങനെ പൂട്ടുകയാണ്. ഒടുവിൽ ചന്ദ്രയ്ക്ക് ജാമ്യം നിഷേധിക്കുകയാണ്. എല്ലാ തെളിവുകളും ചന്ദ്രയ്ക്കെതിരെ ആയതുകൊണ്ട് അർച്ചനയ്ക്ക് ചന്ദ്രയുടെ ജാമ്യം ഇല്ലാതാക്കാൻ വളരെ ഈസിയായ ഒരു കാര്യമാണ്. അങ്ങനെ ജാമ്യം കിട്ടാതെ വന്നതോടെ പോലീസുകാര് വീണ്ടും ചന്ദ്രയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാനായി നിൽക്കുകയാണ്. എന്നാൽ ചന്ദ്രയ്ക്കാണെങ്കിൽ തന്റെ ഭർത്താവ് പോലും തന്നെ ചതിക്കുകയായിരുന്നു എന്ന് സംശയം തോന്നുകയാണ്. പോലീസുകാരോടൊപ്പം പോകാൻ നേരം ചന്ദ്രയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ വിജയ് ശങ്കറിനോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് എന്നെ അകത്തിടാൻ വേണ്ടി നിങ്ങൾ കൂടി ചേർന്നിട്ടുള്ള കളിയായിരുന്നോ ഇത്? ഈ ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് കൂടി എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ചന്ദ്രയുടെ തനി സ്വഭാവം നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് ദേഷ്യത്തോടെ ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. എന്നാൽ ചന്ദ്രയ്ക്ക് മുന്നിൽ എന്തു പറയണം, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിജയ് ശങ്കർ ആണെങ്കിൽ മുട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം അർച്ചനയും ദീപ്തിയും അച്ചുവും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അച്ചുവും പോലീസുകാരും കൂടി ചന്ദ്രയെ അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അർച്ചനയുമായി വീണ്ടും വിജയ് ശങ്കർ ഏറ്റുമുട്ടുകയാണ്. തന്റെ ഭാര്യയ്ക്ക് ജാമ്യം എടുക്കാൻ പറ്റാത്തതിന്റെ നീരസം വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയോട് കാണിക്കുന്നുണ്ട്. നിങ്ങളാരും ജയിച്ചെന്ന് വിചാരിക്കണ്ട, എന്റെ ഭാര്യയെ അകത്താക്കിയിട്ട് നീയൊന്നും ഇവിടെ വെലസി നടക്കില്ലടി. നിന്റെ എല്ലാം ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങളൊന്നും വക്കീൽ പണി ചെയ്ത് അധികകാലം ജീവിക്കില്ല. നിങ്ങളുടെ ഈ പണി ഞാൻ തീർപ്പിക്കുമെന്ന് ജയശങ്കർ അങ്ങനെ വാശിയോടെ അർച്ചനയോട് പറയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് ഒരു കൂസലുമില്ലാതെ അർച്ചന അങ്ങനെ വിജയ് ശങ്കറിനെ നേരിടാൻ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വിജയ് ശങ്കറിനോട് അർച്ചന അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ ഞങ്ങളുടെ ജോലിയൊന്നും പോവില്ല. എന്നാലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യേ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങളും ചെയ്യാം എന്നങ്ങനെ അർച്ചന പറയുന്നുണ്ട്. ഇനി എന്തായാലും ചന്ദ്രയുടെ കള്ളക്കളികളെല്ലാം ഓരോന്നായി അച്ചു പുറത്ത് കൊണ്ടുവരും. ഇതിലെല്ലാം രുക്കുവിന്റെ പങ്കും അച്ചു പുറത്തു കൊണ്ടുവരും. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.